കാഴ്ചയിലുള്ള വൈകല്യങ്ങൾക്കുള്ള വിഷ്വൽ ഇൻസ്പെക്ഷൻ ഡെന്റുകൾ, സർഫസ് ഫിനിഷ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫിറ്റർ പ്രാക്ടിക്കൽ സെക്ഷനുകൾ മുതൽ കാഴ്ച വൈകല്യങ്ങൾക്കായുള്ള വിഷ്വൽ പരിശോധന വരെയുള്ള പ്രക്രിയയാണ് നോക്കുന്നത്. ഉദാഹരണം ഡാൻസ്, ഉപരിതല ഫിനിഷ്. ലക്ഷ്യങ്ങൾ. ഈ എക്സർസൈസ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിപ്പറയുന്നവ ചെയ്യാനാവും. ഫ്ലാറ്റ്, സ്ക്വയർ സർഫുകൾ എങ്ങനെ ഫയൽ ചെയ്യാം? ഫിറ്റിംഗിലെ സുരക്ഷാ മുൻകരുതലുകൾ. ഡെമോൺസ്ട്രേഷൻ ആക്ടിവിറ്റികൾ. സുരക്ഷയെക്കുറിച്ചുള്ള ഷോപ്പ് സംഹാരം. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ബോധവൽക്കരണത്തിലൂടെ ട്രെയിനിയുടെ സുരക്ഷാ മനോഭാവം വികസിപ്പിക്കുക. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ തിരിച്ചറിയുക. വിവിധ തരത്തിലുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളെ വ്യാഖ്യാനിക്കുക. നേത്ര സംരക്ഷണം. പാദസംരക്ഷണം. പൊടിയും പുകയും സാരോസിക്കുന്നത് തടയൽ. റെസ്പിറേറ്റർസ്. കൈ സുരക്ഷ, ഗ്ലവ്സ്. തലയുടെ സുരക്ഷ. കേൾവി സംരക്ഷണം. ശരിയായ വർക്ക് ക്ലോത്തിംഗ് ധരിക്കുക. ലക്ഷ്യങ്ങൾ. ഈ വ്യായാമത്തിന്റെ അവസാനം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. വിവിധ ലോഹ വിഭാഗങ്ങളിലെ വൈകല്യങ്ങളുടെ ദൃശ്യപരമായ തിരിച്ചറിയൽ. പാർട്ട് 1. വൈകല്യങ്ങളുടെ തിരിച്ചറിയൽ. വേവി എഡ്ജുകൾ. വൈകല്യത്തിന്റെ തരം. അരികുകളിലെ നാരുകൾ മധ്യഭാഗത്തുള്ള നാരുകളേക്കാൾ നീളമുള്ളതാണ്. വൈകല്യത്തിന്റെ കാരണം. കോൺകേവ് റോൾ ബെൻഡിങ്ങിന്റെയും ഇലാസ്റ്റിക് രൂപഭേദത്തിന്റെയും ഫലം. തിരുത്തൽ പ്രവർത്തനം. ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിക്കുന്നു. അത് ആവശ്യാനുസരണം റോളുകളുടെ ഇലാസ്റ്റിക് രൂപഭേദം നിയന്ത്രിക്കുന്നു. ചെറിയ വ്യാസമുള്ള റോളുകൾ ഉപയോഗിക്കുന്നു. എഡ്ജ് വിള്ളലുകൾ. വൈകല്യത്തിന്റെ തരം. മെറ്റൽ ഷീറ്റിന്റെ അരികിൽ വിവിധ വിള്ളലുകളും മെറ്റൽ കട്ട് ചെയ്ത കഷണങ്ങളും. വൈകല്യത്തിന്റെ കാരണം. അസമമായ രൂപഭേദം മൂലം വർക്ക്പീസ് ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ദ്വിതീയ ടെൻസൈൽ സമ്മർദ്ദങ്ങൾ. തിരുത്തൽ പ്രവർത്തനം. എഡ്ജ് റോളുകൾ ഉപയോഗിച്ച് ടെൻഷനിൽ റോളർ ലെവലിംഗ് അല്ലെങ്കിൽ സ്ട്രെച്ച് ലെവലിംഗ്. മധ്യത്തിലെ വിള്ളലുകൾ. വൈകല്യത്തിന്റെ തരം. മെറ്റൽ ഷീറ്റിന്റെ മധ്യത്തിൽ ചെറിയ യൂണിഫോം വിള്ളലുകൾ. വൈകല്യത്തിന്റെ കാരണം. ഉയർന്ന ടെൻസൈൽ സമ്മർദ്ദം കാരണം സംഭവിക്കുന്നു. തിരുത്തൽ പ്രവർത്തനം. റോളുകൾ കേമ്പറിംഗ്. അത്തരം വൈകല്യങ്ങൾ തടയാൻ കഴിയും. അലിഗേറ്ററിംഗ്. വൈകല്യത്തിന്റെ തരം. പാളിയുടെ വേർതിരിവ് സ്ലാബിന്റെ തുറക്കലിന് കാരണമാകുന്നു. ഇത് ഓപ്പണിംഗ് സ്ഥാനത്ത് ഒരു അലിഗേറ്റർ വായ പോലെ കാണപ്പെടുന്നു. വൈകല്യത്തിന്റെ കാരണം. മധ്യഭാഗത്ത് സംഭവിക്കുന്ന മെറ്റീരിയലിന്റെ ഏകതാനമല്ലാത്ത ഒഴുക്ക് കാരണം. സ്ലാബിന്റെ മധ്യരേഖയ്ക്കൊപ്പം ലോഹത്തിലെ മെറ്റലർജിക്കൽ ബലഹീനത ഉൾപ്പെടുത്തലിന്റെ സാന്നിധ്യം കാരണം. തിരുത്തൽ പ്രവർത്തനം. റോളുകൾ കേമ്പറിംഗ്. അത്തരം വൈകല്യങ്ങൾ തടയാൻ കഴിയും. ഉപരിതല വൈകല്യം. വൈകല്യത്തിന്റെ കാരണം. കാസ്റ്റിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡൈയിലെ പ്രശ്നങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള വൈകല്യം ഉണ്ടാകുന്നത്. തിരുത്തൽ പ്രവർത്തനം. ശരിയായ കാസ്റ്റിംഗും ശരിയായ ഫിനിഷിനായി ഡൈ പരിശോധിക്കലും. ഇൻക്ലൂഷൻ. കാസ്റ്റിംഗിലെ ഇൻക്ലൂഷൻ വൈകല്യങ്ങൾ. ഓക്സൈഡുകളുടെയും മറ്റു വസ്തുക്കളുടെയും പ്രതിപ്രവർത്തനം. അച്ചുകളുടെ മണൽ, കോറുകൾ എന്നിവയാൽ ഉരുകിയ ലോഹത്തിൽ ഉൾപ്പെടുത്തുകയും ഉൽപ്പന്നങ്ങളിലേക്ക് ഒഴുകുകയും ഭാഗങ്ങളുടെ ഉപരിതലത്തിൽ നോൺ മെറ്റാലിക് ആയി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻ. ബ്ലിസ്റ്റർ. ഇഞ്ചക്ഷൻ മോൾഡിംഗ് സമയത്ത് വാർത്തെടുത്ത ഭാഗത്തിനുള്ളിൽ വായു കുടുങ്ങിയേക്കാം. ഇത് ഭാഗത്തിന്റെ ഉപരിതലത്തിൽ ഒരു കുമിള രൂപപ്പെടാൻ ഇടയാക്കും. ഭിത്തിയുടെ കനം അല്ലെങ്കിൽ ജ്യാമിതിയിലെ വ്യത്യാസം കാരണം രണ്ട് ഫ്ലോ ഫ്രണ്ടുകൾ കൂടിച്ചേരുന്നിടത്താണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. കുഴികൾ. കാസ്റ്റിംഗിൽ ക്രമരഹിതമായ മിനുസമാർന്ന ഡിപ്രഷനുകളോ ആഴം കുറഞ്ഞ കുഴികളോ ആയി പിറ്റിംഗ് അവതരിപ്പിക്കുന്നു. ലോഹത്തിലെ ക്രോമുമായി ഓക്സിജൻ പ്രതിപ്രവർത്തിച്ചതായി ഈ വൈകല്യം സൂചിപ്പിക്കുന്നു. ചില ലോഹങ്ങളിൽ ഈ പ്രതികരണം കൂടുതലായി കാണപ്പെടുന്നു. എംബെഡഡ് സ്കെയിൽ. വിവിധ തരത്തിലുള്ള ഉപരിതല വൈകല്യങ്ങൾ, സ്കെയിൽ വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് സ്കെയിലിന്റെ രൂപഭേദം, തകർച്ച എന്നിവയിൽ നിന്ന് ഉണ്ടാകുന്നു.
ഈ പേപ്പർ സാധാരണ സ്കെയിലിന്റെ രൂപീകരണ സ്വഭാവം വിവരിക്കുന്നു. വിള്ളലുകൾ. ഹൈഡ്രജൻ ക്രാക്കിംഗിനെ കോൾഡ് ക്രാക്കിംഗ് അല്ലെങ്കിൽ ഡിലേഡ് ക്രാക്കിംഗ് എന്നും വിളിക്കാം. ഇത്തരത്തിലുള്ള വിള്ളലുകളുടെ പ്രധാന സവിശേഷത അത് ഫെറ്റിറ്റിക് സ്റ്റീലുകളിൽ സംഭവിക്കുന്നു എന്നതാണ്, മിക്കപ്പോഴും വെൽഡിംഗിൽ അല്ലെങ്കിൽ വെൽഡിംഗിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം. സ്ലീവർ. ഉരുക്ക ഉൽപ്പന്നങ്ങളിലെ ചില വൈകല്യങ്ങളിൽ കെടുത്തൽ വിള്ളലുകൾ, റോൾ മാർക്കുകൾ, ഓവർലാപ്പുകൾ, ഓക്സൈഡ് സ്കെയിലുകൾ, പിഞ്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ചുണങ്ങു. മണൽ മോൾഡിംഗ് തെറ്റായി ഇടുന്നത് മൂലമുണ്ടാകുന്ന മണൽ കാസ്റ്റിംഗ് വൈകല്യമാണ് സ്കാബ്. ചുണങ്ങു എന്നത് ഒരു നേർത്ത മണൽ പാളിക്ക് മുകളിൽ കാസ്റ്റിംഗ് ഉപരിതലത്തിനു മുകളിൽ നീണ്ടുനിൽക്കുന്ന ഒരു ലോഹത്തിന്റെ പരുക്കൻ നേർത്ത പാളിയെ സൂചിപ്പിക്കുന്നു. ഇനിപ്പറയുന്ന പട്ടികയിലെ മെറ്റീരിയലിന്റെ വൈകല്യങ്ങളുടെ സ്വഭാവം ദയവായി ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഇൻസ്ട്രക്ടർ അത് പരിശോധിക്കുകയും ചെയ്യുക. വൈകല്യത്തിന്റെ സ്വഭാവത്തെ 2 പ്രധാന തരങ്ങളായി തിരിക്കാം. ദന്തങ്ങൾ, റോളിംഗ് വൈകല്യങ്ങൾ. ഉപരിതല ഫിനിഷ്, കാസ്റ്റിംഗ് വൈകല്യങ്ങൾ. വിവിധ ലോഹ വിഭാഗങ്ങളിലെ വൈകല്യങ്ങളുടെയും ദൃശ്യപരമായ തിരിച്ചറിയൽ. ലോഹപ്രതലങ്ങളിലെ വിവിധ വൈകല്യങ്ങളെയും വിശദീകരിക്കുകയും ഇവയിൽ ലഭ്യമായവ ഉപയോഗിച്ച് അവ പ്രകടിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.